അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അവരെ കാണാതെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം മുകുന്ദൻ ചോദിക്കുകയാണ്, ചേച്ചി എന്നാൽ നമുക്ക് പോകാമല്ലേ, ഇനി അവർ വരില്ലായിരിക്കും എന്ന് പറയുന്നത്. ശരിയാണ്, ഇനി അവർ വരില്ല, നിങ്ങൾക്ക് ഓഫീസിലേക്കല്ലേ പോകേണ്ടത്, നിങ്ങൾ എന്നാൽ വിട്ടോളിന് എന്ന് പറയണം കേട്ടോ. പിന്നീട് അർച്ചന അമ്പലത്തിലേക്ക് വീണ്ടും ഒന്ന് നോക്കുകയാണ് കേട്ടോ. ആകെ വിഷമമായി അവർക്ക് 3 പേർക്കും. അതിനുശേഷം അർച്ചന ഓഫീസിലേക്ക് വരികയാണ് കേട്ടോ. ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അമ്പലത്തിൽ പോയി തൊഴുതാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അവരെ ഒന്നും കാണുന്നില്ല, എവിടെ കാണാനില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അവരെന്തായാലും വരും 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 എന്ന് ഉറപ്പാണ് എന്ന് പറയുമ്പോഴേക്കും രുക്ക് പറയുന്നുണ്ട്, അത്ര നേരമായിട്ടും കാണാനില്ലല്ലോ, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറയണം. എന്തിനാണ് നീ ഫോൺ ചെയ്യുന്നത്, വേണ്ട എന്തായാലും പറയും. പിന്നീട് ചിന്നു അവിടെ എല്ലാം നോക്കുകയാണ് കേട്ടോ, അവരെ കാണുന്നില്ല. അതിനുശേഷം കുഞ്ഞമ്മാവ ഒന്ന് ഫോൺ കുഞ്ഞമ്മാവ ചോറ് പറയുമ്പോൾ രുക്ക് അച്ചു ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അതേസമയം രുക്ക് ആ ഫോൺ വാങ്ങുകയാണ്, വേണ്ട ഫോൺ ചെയ്യേണ്ട, കാരണം നിങ്ങൾക്കല്ലായിരുന്നു ആവശ്യം, അവരാണ് വന്ന് നിൽക്കേണ്ടത്, നിങ്ങൾ ഫോൺ ചെയ്ത് നിങ്ങളുടെ ആവശ്യമാണ് എന്ന് കരുതും എന്ന് പറയും. അത് ശരിയാണല്ലോ എന്ന് പറയും കേട്ടോ. ചിന്നു പറയണ്ടേ, എന്തായാലും അവർ വരും എന്നിങ്ങനെ പറയുന്നു. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, പിന്നെന്താ. രുക്കു അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട്, മുകുന്ദൻ എന്നെ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്, പിന്നെ ഇന്നലെ നമ്മൾ നിർത്താതെ അവരോട് സംസാരിക്കാതെ വന്ന കാരണം അവർ വന്നിട്ടുണ്ടാവില്ല, അതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, കുഞ്ഞമ്മാവൻ അവരെക്കുറിച്ച് അറിയില്ലേ, അവരങ്ങനെയൊന്നും കരുതില്ല കുഞ്ഞമ്മാവ, അവരിപ്പോൾ വരും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ചന്ദ്രി അതുപോലെ പറയുന്നുണ്ട്, അത് ശരിയല്ല, ഇനി എന്തായാലും ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് പോകാൻ സമയമായില്ല, ഇനിയും നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാവും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അച്ചു പറയുന്നുണ്ട്, ശരിയാണ്, ഇനി നിൽക്കാൻ പറ്റില്ല, എന്തായാലും അവിടെ സമയത്തിന് പോകണം എന്നിങ്ങനെ പറയണം. ചിന്നുവിന് ആകെ വിഷമമാകും കേട്ടോ. ചിന്നു എന്നിട്ട് വിചാരിക്കുന്നുണ്ടാകും, ഇവരെന്തുകൊണ്ടായിരിക്കും പോയത് എന്നിങ്ങനെ ചിന്നു കരുതുകയാണ് കേട്ടോ. അതേസമയം രുക്കും ചന്ദ്രയും എങ്ങനെ പരിപാടി എങ്ങനെയെന്ന് കണ്ണുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് രുക്കുവിനോട് ചന്ദ്രയോട് രുക്കു പറയുന്നുണ്ട്, എൻ്റെ ഒരൊറ്റ സാമർത്ഥ്യം കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഏതായാലും ശരി, ഈ കാര്യം വിജയിച്ചു, ഇനി അവളെ ഇവിടെ കെട്ടിക്കോ മൂടി വേണം, അതും കൂടി നമ്മുടെ പ്ലാനാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം അവർ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്നും പോകും. അർച്ചന ഓഫീസിലേക്ക് വരികയാണ് കേട്ടോ. ഓഫീസിലേക്ക് വരുന്ന സമയത്ത് തന്നെ JK അവിടെ നിൽക്കുന്നുണ്ടാവും. JK ആണെങ്കിൽ ഒരുപാട് വണ്ടികൾ തടുത്തിട്ട് കിട്ടാതെയാണ് JK നിൽക്കുന്നത്. അതേസമയം അർച്ചന വിചാരിക്കും, ഇയാളെ ഒന്ന് പിടിക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് അയാളുടെ അടുത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തുകയാണ് കേട്ടോ. അതിനുശേഷം, എന്താ നിങ്ങളിവിടെ നിൽക്കുന്നത്, ഞാനിതുവരെ വണ്ടി തടുത്തിട്ട് വണ്ടിയൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ, കള്ളുകുടിമാരെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തില്ലല്ലോ, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിക്കുക. എനിക്കൊരു ബുക്ക് സ്റ്റാളിലേക്ക് പോകണം എന്ന് പറയണം. എന്നാൽ ശരി, കയറിക്കോളി, ഞാൻ കൊണ്ടാക്കാം എന്ന് പറയണം കേട്ടോ. അതേസമയം JK കയറുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാനല്പം മദ്യപിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല കുഴപ്പമില്ല എന്ന് പറയാണ്. പിന്നീട് JK വണ്ടി കയറിയതും അർച്ചന JKയോട് ചോദിക്കുകയാണ് കേട്ടോ, നിങ്ങൾ ആരാണ്, എവിടെയാണ്, നിങ്ങളുടെ ഊര് എവിടെയാണ്, നിങ്ങളുടെ സ്ഥലമാണ് എന്തെല്ലാം എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങളാരാ അതെല്ലാം ചോദിക്കാനേ എന്ന് ചോദിക്കുകയാണ്. അതേസമയം അർച്ചന കുറച്ച് ദൂരെ ചെന്നത് വണ്ടി കൊണ്ടുപോയി നിർത്തുകയാണ് കേട്ടോ. വണ്ടി നിർത്തിയത് JK ചോദിക്കും, ഞാൻ നിങ്ങളോട് ഇവിടെയല്ലല്ലോ നിർത്താൻ പറഞ്ഞത്, എനിക്ക് ബുക്ക് സ്റ്റാൾ വരെയല്ലേ പോകണം പറഞ്ഞത് എന്ന് ചോദിച്ചാണ് കേട്ടോ. അതേസമയം അർച്ചന ചോദിക്കുകയാണ്, നിങ്ങളുടെ പേരെന്താണ്, എല്ലാം ചോദിക്കുമ്പോൾ അയാൾ പറയില്ല, അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാണ് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന ഹെൽമറ്റ് ഊരുകയാണ് കേട്ടോ. അർച്ചനയെ കണ്ടതോ അയാൾ അങ്ങനെ ഞെട്ടുകയാണ്, ആഹാ നീയായിരുന്നോ ഇത് എന്നിങ്ങനെ ചോദിക്കുക. അതിനുശേഷം അർച്ചന ചോദിക്കുകയാണ്, അന്ന് ആ കരിമലക്കൊടിയിൽ വെച്ച സംഭവം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തിനാ ഈ നാട്ടിലേക്ക് വന്ന്, എന്നെ ശല്യം ചെയ്യാനാണോ, നിങ്ങളുടെ അടുത്ത് വല്ല ഫോട്ടോയോ വീഡിയോസോ എന്തെങ്കിലും ഉണ്ടോ, എനിക്കന്ന് ഓർമ്മയില്ലാതിരുന്നപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയൂ, നിങ്ങളുടെ കൂടെ ഒരു രാത്രി ഞാൻ കഴിഞ്ഞതാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറയുമ്പോൾ JK ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം JK പറയണം, നീ ഇവിടെ നിന്ന് സംസാരിക്കാൻ എൻ്റെ ഓക്സിജനാണ് നിനക്കന്ന് ആവശ്യം കിട്ടിയത്, അതുകൊണ്ട് ആണ് നീ ഇപ്പോൾ സംസാരിക്കുന്നത്, നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങളുടെ നാട് എവിടെയാണ്, പേരെന്താണ് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം എൻ്റെ പേരും ഒന്നും അറിയണ്ട, ഞാനൊരു തെണ്ടിയാണ്, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം JK ദേഷ്യത്തോടു കൂടി പോവുകയാണ്. ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ അർച്ചന കൈ പിടിക്കുകയാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി, ഈ നാട്ടിലേക്ക് എന്തിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണോ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കണം. നിങ്ങളിപ്പോൾ എൻ്റെ കൈ പിടിച്ചില്ലേ, ഈ കൈ ഞാനാ തിരിച്ചു പിടിച്ചതെങ്കിൽ എന്തെല്ലാം പ്രശ്നവും, പക്ഷേ ഞാൻ ആ പ്രശ്നങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം JK പോവുകയാണ് കേട്ടോ. അർച്ചന ആകെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള വിഷമത്തോടു കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ.
അയാളോട് അയാളുടെ ഊരും പേരും ചോദിക്കുമ്പോൾ അയാൾ ഒരു കാര്യവും പറയുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ദീപ്തി പറയണ്ട, അയ്യോ എന്തിനാണ് ഈ കള്ളു കുടിച്ച ആളെ വണ്ടി കയർത്തി, നിനക്ക് എന്തിനാ അത്ര ധൈര്യം ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അയാളുടെ കാര്യങ്ങൾ അറിയാൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് പറയുക. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, മുകുന്ദൻ്റെ കേസിൽ അയാളെയും കൂടി കൂട്ടിയാലോ, അയാൾക്കൊരു കോപ്പി വാങ്ങിക്കൊടുത്താൽ മതി, അയാളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വരായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അത് വേണ്ട, അയാൾക്ക് വിജയശങ്കർ 2 കുപ്പി വാങ്ങിക്കൊടുത്താൽ അയാൾ അങ്ങോട്ടേക്ക് മറുകണ്ഠം ചാടും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കുകയാണ് കേട്ടോ. എന്തായാലും ശരി, അയാളെ കാണണം, അയാൾ എന്തിനാ അവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് അറിയില്ല. കരിമലക്കുടിയിലത്തെ ആ പ്രശ്നം എന്താണ് അയാളുടെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയണം. അതിനുശേഷം അർച്ചനയോട് ദീപ്തി ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് അർച്ചന ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ ഫയലുകൾ നോക്കുക, പിന്നിന്ന് വന്നിട്ട് ചിന്നുമോൾ കണ്ണു പൊത്തുകയാണ് കേട്ടോ. അത് ആരാത് വിട് എന്ന് പറയണം. പെട്ടെന്ന് തന്നെ ചിന്നുമോളെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. നീ വന്ന മോളെ എന്ന് ചോദിച്ചിട്ട് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് അർച്ചന ചിന്നുമോളെ കെട്ടി ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പറയും, ഒരു ദിവസം കൊണ്ട് നീ അങ്ങനെ കേട് വന്നല്ലോ, എന്താ നിൻ്റെ അച്ഛൻ നിന്നെ നോക്കുന്നില്ലേ എന്നെല്ലാം ചോദിക്കുകയാണ്. അതിനുശേഷം എന്താ അമ്മ അമ്പലത്തിലേക്ക് വന്നില്ല, ഞാൻ അവരെയും കൊണ്ട് വന്നതാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, അമ്പലത്തേക്ക് ഞങ്ങൾ വന്നിരുന്നതാണല്ലോ, നീ മെസ്സേജ് അയച്ചിരുന്നല്ലോ വരാൻ പറ്റില്ല എന്നുള്ളത്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ, ഞാൻ ഒരുപാട് തവണ വിളിച്ചിരുന്നല്ലോ എന്നിങ്ങനെ ചിന്നു പറയണം. അർച്ചനയും പറയും, ഞാനും ഒരുപാട് തവണ വിളിച്ചിരുന്നല്ലോ മോളെ എന്നിങ്ങനെ പറയണം. അതിനുശേഷം മെസ്സേജ് വന്ന കാര്യം പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഞാൻ അയച്ചിട്ടില്ല അമ്മേ മെസ്സേജ് എന്നിങ്ങനെ പറയണം. അവർ രണ്ടുപേരും കൂടിയിട്ട് അർച്ചനയും ചിന്നു ഈ മെസ്സേജിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് അറിയണമെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.